ജീവിതം വളരെ ചെറുതാണ്. നമ്മുടെ സ്നേഹം മുഴുവൻ ആർക്കും കൊടുക്കാതെ, ആരെയും കാണിക്കാതെ എടുത്തു വച്ചാൽ നാളെ അവർക്ക് കൊടുക്കാൻ നോക്കിയാൽ അത് സ്വീകരിക്കാൻ അവർ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കൂ. അടക്കി വെക്കുന്ന സ്നേഹത്തിന് യാതൊരു വിലയും ഉണ്ടാവില്ല. ജീവിതത്തിൽ ചിലരെ അകറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ചില ചെടികളെ കണ്ടിട്ടില്ലേ, പറ്റിപ്പിടിക്കാൻ കുറച്ചിടം നൽകിയാൽ ആ ചെടിയെ മുഴുവൻ കാർന്നു തിന്നിട്ടേ അവരടങ്ങൂ. അകന്നിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ അളവ് കൂടുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അടുത്തില്ലാത്തപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. അയാൾ നമുക്ക് ചെയ്തു തരുന്ന നല്ല നല്ല കാര്യങ്ങൾ എല്ലാം നമ്മൾ ഒത്തിരി മിസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും അടുത്തില്ലാത്തപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് വേറെ കാരണം എന്തിന്? എല്ലാം തികഞ്ഞ ഒരാൾ ഇന്നീ ഭൂമിയിലില്ല. എല്ലാവർക്കും അവരുടേതായ എല്ലാ കുറവുകളുമുണ്ട്. ആ കുറവുകളാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ജീവിതം എന്ന വാക്കിന് ഒരു അർത്ഥവുമില്ല. അത് നിങ്ങൾ ഒരാൾക്ക് നൽകാത്തിടത്തോളം നിങ്ങൾ എന്തു കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മറ്റൊരാൾക്ക് മുന്നിൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വിലയുണ്ടാവുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് കഷ്ടങ്ങൾ തരുന്നവ ആയിരിക്കും. എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു കഷ്ടതയാർന്ന ജോലിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷമായിരിക്കും നൽകുക. എപ്പോഴും ഓർക്കുക, ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാൾ അയാളുടെ വായ മാത്രമേ തുറക്കൂ, അയാളുടെ കണ്ണും കാതും ഒരിക്കലും തുറക്കില്ല. എത്രയൊക്കെ പോസിറ്റീവാണെന്ന് പറഞ്ഞാലും എല്ലാവരിലും നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ട്. പക്ഷേ പിന്നെയും നമ്മൾ അവരെ പോസിറ്റീവ് ആൾക്കാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും അവരെ കൺട്രോൾ ചെയ്യാറില്ല. ചില സമയങ്ങൾ പ്രശ്നങ്ങളായിരിക്കില്ല നമ്മുടെ യഥാർത്ഥ പ്രശ്നം. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ അമിതമായി ചിന്തിക്കുന്നതാവാം യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഒന്ന് ഓർക്കുക, നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് കൊണ്ട് ഒന്നിനും ഉത്തരം കിട്ടില്ല. സമാധാനമായി ഇരിക്കൂ, എല്ലാം ശരിയായിക്കൊള്ളും. മറ്റുള്ളവരെ വെറുത്തുകൊണ്ട് നമ്മുടെ സമയം കളയരുത്. കാരണം ജീവിതം വളരെ ചെറുതാണ്. നമ്മുടെ ജീവിതത്തിൽ തികച്ചും മൗനമായിരിക്കേണ്ട 3 സ്ഥലങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ വളരെയധികം ദേഷ്യപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളിൽ മൗനമാണ് ഏറ്റവും നല്ലത്. വാക്കുകൾ കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കാതെ നോക്കാം. 2, നിങ്ങളുടെ വാക്കുകൾക്ക് വില കിട്ടാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ മിതഭാഷിയാവുക. എന്തു തന്നെ പറഞ്ഞാലും അവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. 3, നിങ്ങൾക്ക് ആരെയെങ്കിലും കേൾക്കണോ എങ്കിൽ അവർ പറയട്ടെ, കുറച്ചു സമയം അവർക്ക് നൽകൂ. നിങ്ങളുടെ നിശബ്ദത അറിയിക്കുന്നവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ നഷ്ടപ്പെടുത്തരുത്. ചിലപ്പോഴെങ്കിലും ചിലർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം നിശബ്ദതയാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കും. അതിന് ഉദാഹരണമാണല്ലോ സത്യത്തിനു മുന്നിലും പ്രണയത്തിനു മുന്നിലും ശരികൾക്ക് നേരെയും നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നത്. മറ്റുള്ളവരെ പോലെയാവാൻ ശ്രമിക്കുന്നതിലും എത്രയോ നല്ലത് നിങ്ങളിലെ ഏറ്റവും നല്ലത് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുന്നതിലല്ലേ? ഇന്നലെയെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നത് നിങ്ങളുടെ ഇന്നും നാളെയും ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഇന്നലെയെ മറക്കൂ, ഇന്ന് ജീവിക്കൂ, നാളേക്കു വേണ്ടി തയ്യാറാവൂ. ഓർക്കുക, ജീവിതത്തിൽ എല്ലാ സമയങ്ങളും നല്ലതാവണമെന്നില്ല. നല്ല സമയങ്ങൾ നമുക്ക് നല്ല ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. എന്നാൽ മോശം സമയങ്ങളോ അത് നമുക്ക് നല്ല പാഠങ്ങളാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ അത്രയും തന്നെ തനിച്ച് ആസ്വദിക്കാനും സമയം കണ്ടെത്തുക. കാരണം ഒരു നാൾ തനിച്ചാകേണ്ടി വരുമ്പോൾ നമുക്ക് അതും ആസ്വദിക്കാൻ പറ്റണം. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ വിഷമിപ്പിക്കുന്ന ആരെയും ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും നല്ലതാണ്. ഒരേ ദിശയിലേക്ക് നോക്കാൻ 2 കണ്ണുകൾ എന്തിനാണ്? ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഒരു കാര്യത്തെ 2 രീതിയിൽ കാണാൻ വേണ്ടി മാത്രമാണ്. ചില പ്രശ്നങ്ങൾ ചിലരോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്നതേ ഉണ്ടാവുള്ളൂ. എന്നാൽ മറ്റു ചിലരാകട്ടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാവില്ല. അല്ല കേട്ടോ, മനസ്സിലായാലും നമ്മളെ ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സ് അംഗീകരിക്കില്ല. അങ്ങനെയുള്ളവരുടെ അടുത്ത് ഒന്നും പറയാൻ പോവരുത്. ആഗ്രഹങ്ങളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് പക്ഷേ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ പോക്കറ്റിലെ കാശ് കണ്ടാവരുത്.
നിങ്ങൾ ഒരു കുന്നോളം ആഗ്രഹിക്കൂ. അതിനുവേണ്ടി നിങ്ങൾ തന്നെ പ്രയത്നിക്കൂ. നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ കൂടുതൽ പേരും അത് ലംഘിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, അതങ്ങനെയാണ്. വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടോ അതോ വിവരമില്ലായ്മ കൂടിയതുകൊണ്ടോ, രണ്ടാണെങ്കിലും നമ്മൾ അങ്ങനെയാണ്. വിശക്കുന്നവന് മുന്നിൽ ഭക്ഷണം വെച്ചാൽ അതിന് ലോകത്തെവിടെയും കിട്ടാത്തത്രയും രുചിയായിരിക്കും. അതുപോലെയാണ് വിഷമിച്ചിരിക്കുമ്പോൾ ചെറിയ സന്തോഷങ്ങൾ പോലും വളരെ വലുതായിരിക്കും. കാര്യം ഇത്രയേ ഉള്ളൂ, എന്തും കിട്ടേണ്ടവന് കിട്ടിയാലേ കാര്യമുള്ളൂ. ചില സമയങ്ങളിൽ നമ്മളെല്ലാവരും ഇങ്ങനെയാണ്. എല്ലാം മറന്നു പോകുന്നു. എവിടെ ചെന്നാലും കൂടെയുള്ളവരുടെ കളിയാക്കലും കുറ്റപ്പെടുത്തലും. ഇടയ്ക്ക് ഞാനും ചിന്തിച്ചു, ഞാനെന്താ ഇങ്ങനെയെന്ന്. ആത്മാർത്ഥമായി ഒരാൾ പോലും കൂടെയില്ല. പിന്നീട് മനസ്സിലായി എനിക്ക് മാത്രമല്ല ഇങ്ങനെയെന്ന്. ചിലരുടെ ജീവിതം ഇങ്ങനെയാണ്. ചില വീടുകളിൽ കയറിച്ചെന്ന് കൊടുക്കേണ്ടി വരുന്നു. സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു. മനസ്സിനുള്ളിൽ ഒരുപാട് മുറിവുകൾ ബാക്കിയാക്കി, ആരോടും പറഞ്ഞുണക്കാൻ പറ്റാത്ത മുറിവുകളുമായി അത് ഉണക്കാനോ മറയ്ക്കാനോ കഴിയാതെ നീറി നീറി ജീവിക്കുന്നവർ. വിരസത അതൊരു അവസ്ഥയാണ്. ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്ന വില്ലൻ. മാറ്റങ്ങളാണ് വിരസതയ്ക്കുള്ള മരുന്ന്. എങ്കിൽ പിന്നെ ഭാര്യയെയും മക്കളെയും ഒന്ന് മാറ്റി നോക്കിയാലോ? അപ്പോഴാണ് മനസ്സിലാവുക കയ്യിലുള്ളത് തന്നെ നല്ലതെന്ന്. പണ്ടെൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നീ മുഖം നോക്കുന്ന കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നതിനേക്കാൾ കുറവ് സമയം മതി നിന്റെ മനസ്സിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ. ചിലരുണ്ട് പുതുതലമുറയെ കുറ്റം പറയുന്നവർ. ആരും കുറ്റം പറയണ്ട. ആരുമത്ര മോശക്കാരൊന്നുമല്ല. ആശുപത്രിയിലായാലും കല്യാണത്തിനായാലും മരണ വീട്ടിലും അങ്ങനെ നമ്മൾ പോകുന്നിടത്തെല്ലാം എന്തും ചെയ്യരുത് എന്ന് പറയുന്നുവോ അത് നമ്മൾ ചെയ്തിരിക്കും. ചില ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം അവർ നിങ്ങളുടെ സമാധാനത്തെ എന്നേക്കുമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. ആരുമില്ലെന്ന തോന്നൽ വേണ്ട. ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും തനിച്ചാണ്. പക്ഷേ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് പോരാടാനുള്ള ധൈര്യം ആർജിച്ചാൽ മതി. ജീവിതം ഭംഗിയായി കൊണ്ടുപോവാം. അമ്മ വയറ്റിൽ 9 മാസം തണലേകുമ്പോൾ ജീവിതാവസാനം വരെ നെഞ്ചിൽ ചൂടേകുന്നവരാണ് അച്ഛൻ. യാതൊരു കണക്കും പറയാതെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നവർ. നമുക്ക് വയ്യ എന്നറിഞ്ഞിട്ടും നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സമയമില്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ എന്തു സ്വാധീനമാണ് ഉള്ളത്? സ്നേഹിക്കുമ്പോൾ എന്ത് നൽകിയെന്നും എത്ര കിട്ടിയെന്നും കണക്ക് നോക്കരുത്. കാരണം കൂട്ടിക്കിടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടമായേക്കാം. അത് ചിലപ്പോൾ സ്നേഹത്തിന് തന്നെ കുറവ് വരുത്തിയേക്കാം.